നിങ്ങൾ വല്ലതിലും തർക്കിച്ചാൽ, വല്ലതിലും നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ റസൂലിലേക്കും നിങ്ങൾ മടക്കുക. ഫറുദ്ദൂഹ്, അതിന് നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആശയമാണ് ഇവിടെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ മടങ്ങേണ്ടത് ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. ആളെന്ത് പറഞ്ഞു ഇയാളെന്ത് പറഞ്ഞു എന്നല്ല. ആ പറഞ്ഞത് അംഗീകരിക്കാം എപ്പോഴും. അത് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെയും അനുസരിക്കുക. പിന്നെയോ വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് ഉലുൽ അംറിനെയും. ഉലുൽ അംർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, കാര്യത്തിന്റെ ആളുകൾ, കൈകാര്യകർത്താക്കൾ. അതാണ് ഉലു അൽ അംർ, അമ്രുള്ള ആളുകൾ, കൽപ്പിക്കാനും പറയാനും ഒക്കെ അധികാരമുള്ള ആളുകൾ അല്ലെങ്കിൽ കൈകാര്യകർത്താക്കൾ. ഇത് രണ്ട് വിഭാഗത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് പണ്ഡിതന്മാരാണ്, രണ്ടാമത്തേത് ഭരണാധികാരികളാണ്, മുസ്ലിം സമൂഹത്തിന്റെ ഭരണാധികാരികൾ. അപ്പൊ മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം പണ്ഡിതന്മാരും ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കണം, പിന്നെ പ്രവാചകനെ അനുസരിക്കണം. ഒരുപാട് പണ്ഡിതന്മാർ ഈ കാര്യം വ്യക്താക്കി കാണാം. ഖുർആനിൽ എന്തിനാണ് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അവിടെ രണ്ട് സ്ഥലത്തും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹിനെ അനുസരിക്കുന്നിടത്ത് അനുസരിക്കണം എന്ന കൽപ്പന പറഞ്ഞു. നബിയെ അനുസരിക്കണം എന്നതിനെ അതിനോട് നേരെ ചേർക്കാതെ വ അത്തിയു, നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും അതേ വാക്ക് നിങ്ങൾ അനുസരിക്കണം എന്ന വാക്ക് ഉപയോഗിച്ചു. മൂന്നാമത്തേത് വൗലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞെടുത്ത് അത്തിയു എന്ന വാക്ക് ആവർത്തിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? അള്ളാഹുവിനെ അനുസരിക്കേണ്ടതുപോലെയും പ്രവാചകൻ അനുസരിക്കേണ്ടതുപോലെയും അല്ല ഉലുൽ അംറിനെ അനുസരിക്കേണ്ടത്. ആണെങ്കിൽ അവിടെയും ഒരു അത്തിയു അല്ല ചേർക്കുമായിരുന്നു. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ അത്തിയു ഉലിൽ അംരി മിൻകും. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ മൂന്നാമത് അത്തിയു എന്ന വാക്ക് ഉലുൽ അംറിനെ കുറിച്ച് പറഞ്ഞപ്പം ആവർത്തിച്ചില്ല എന്നത് ഇബ്നുൽ ഖയ്യിം അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകൻ അനുസരിക്കണം, അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നത്. ഉലുൽ അംറിനെ ഭരണാധികാരികളെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയും അനുസരിക്കേണ്ടത് സ്വതന്ത്രമായ അനുസരണമല്ല, നിരുപാധികമായ അനുസരണമല്ല, മറിച്ച് അത് സ്വാഭാവികമായ അനുസരണമാണ്. അതെന്താ? അള്ളാഹുവിന്റെ കൽപ്പനക്കും റസൂലിന്റെ കൽപ്പനക്കും യോജിച്ചതെന്താണോ അതാണ് പണ്ഡിതന്മാർ പറയുന്നതെങ്കിൽ, അതാണ് ഭരണാധികാരികൾ കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇത്തായത്ത് അനുസരണത്തിന് എതിരാകുന്ന വിഷയമാണ് ഇവർ പറയുന്നതെങ്കിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിനും നബിക്കുമുള്ള അനുസരണം പോലെയല്ല പണ്ഡിതന്മാർക്കും ഭരണാധികാരികൾക്കുമുള്ള അനുസരണം. അത് സ്വാഭാവികമാണ്. എങ്ങനെ സ്വാഭാവികം? അള്ളാഹുവും പ്രവാചകനും പറഞ്ഞതനുസരിച്ചാണ് ഇവർ കൽപ്പിക്കുന്നതെങ്കിൽ അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ അനുസരിക്കേണ്ടതില്ല. അപ്പൊ അതിൽ നിന്നും ആദ്യം പറഞ്ഞത് എന്ത് മനസ്സിലായി? മടക്കേണ്ടതും മടങ്ങേണ്ടതും അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അത് രണ്ടും വഹിയാണ്. അള്ളാഹു മത നിയമ നിർമ്മാതാവാണ്, ഷാരിയാണ് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഷാരി എന്ന് പറഞ്ഞാണ്. നബി ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് അള്ളാഹു പഠിപ്പിച്ച മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഭരണാധികാരികളോ പണ്ഡിതന്മാരോ ഷാരിയല്ല, നിയമനിർമ്മാതാക്കളല്ല. മതത്തിന്റെ വിഷയം പറയാൻ, മതനിയമങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹുവിനും പ്രവാചകനും അല്ലാതെ മറ്റാർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ അധികാരമില്ലാത്ത ഭരണാധികാരികളോ പണ്ഡിതന്മാരോ പറഞ്ഞാൽ അനുസരിക്കേണ്ടത് അള്ളാഹുവിന്റെയും നബിയുടെയും അല്ലെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൽപ്പനക്ക് അനുസൃതമായി മാത്രമാണ്. അപ്പോ അള്ളാഹിലേക്കാണ് മടങ്ങേണ്ടത്, റസൂലിലേക്കാണ് മടങ്ങേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കണം. എപ്പോഴും അള്ളാഹു പറഞ്ഞതിനും റസൂല് പറഞ്ഞതിനും യോജിച്ചാണെങ്കിൽ, ഇല്ലെങ്കിലോ